ഈ എൻഡോമെട്രിയോസ് ഉള്ളവർക്ക് IVF-ലൂടെ മാത്രമേ പ്രഗ്നൻ്റ് ആവാവൂ. അങ്ങനെയൊന്നുമില്ല. അതിനൊരു ഉദാഹരണം പറയാം. എനിക്കൊരു പേഷ്യൻ്റ് മെസ്സേജ് അയച്ചു, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഗ്രേഡ് 4 എൻഡോമെട്രിയോസിസ്, മാരീഡ് 10-11 ഇയേഴ്സ്, സിവിയർ അഡഹഷൻസ്, എല്ലാ ഒട്ടലുകളായിരുന്നു. ഒരു സർജറി കഴിഞ്ഞു, ഗർഭപാത്രത്തിൻ്റെ പുറത്ത് മീൻസ് ട്യൂബും ഓവറിയും എല്ലാം ഒട്ടിയിരിക്കുന്നൊരവസ്ഥ. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ്, നമ്മൾ ആ ഒരു ഇനിഷ്യൽ കുറച്ച് ട്രീറ്റ്മെൻറ്റൊക്കെ നോക്കി അതൊക്കെ പരാജയപ്പെട്ടു. നമ്മുടെ അണ്ടത്തിൻ്റെ ക്വാളിറ്റി കുറയുന്നു, ഇത് കുറയുന്നു. അപ്പം ഞാൻ എന്ത് പറഞ്ഞു, IVF ചെയ്യണം, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾ ഇത് കാശുമായിട്ട് വരും എന്നുള്ളത്. ഇത് കഴിഞ്ഞിട്ട് കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് ഇന്നലെ എനിക്ക് മെസ്സേജ്, ഡോക്ടറെ ഞങ്ങൾ പോസിറ്റീവായെന്ന് പറഞ്ഞു. ഒരു ട്രീറ്റ്മെൻറ്റും ആ സമയത്ത് എടുത്തിരുന്നില്ല. അതൊരു ഭാഗ്യം തന്നെയാണ്. പക്ഷേ അതുകൊണ്ടാണ്, ഇതൊക്കെയാണ് നമ്മുടെ ഐ ഓപ്പണേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് ഒരാളും ഗർഭിണിയാവത്തില്ലെന്ന് 100% നമുക്ക് പറയാൻ പറ്റില്ല. എനിക്ക് കുറേയേറെ അനുഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ അർത്ഥം ഈ എല്ലാ ഗ്രേഡ് 4 എൻഡോമെട്രിയോസ് ഉള്ളവരും വെയിറ്റ് ചെയ്യണമെന്നല്ല. അത് തെറ്റാണ്. കാരണം അയാൾക്ക് ഞാനിങ്ങനൊരു വീഡിയോ ഇടണമെങ്കിൽ നിങ്ങൾക്ക് ആലോചിക്കാറ്, ഇത്രയും സിവിയർ ഗ്രേഡ് 4 എൻഡോമെട്രിയോസ് ഉള്ളത് ഇങ്ങനെ പ്രഗ്നൻ്റ് ആയത് ചിലപ്പം എൻ്റെ ജീവിതത്തിൽ തന്നെ വളരെ കുറച്ച് അനുഭവങ്ങളെ അങ്ങനെ ഉണ്ടായി കാണത്തുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ട്രീറ്റ്മെൻറ്റ് എടുക്കണം. പക്ഷേ ആരും നിരാശപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാതിരിക്കരുത്. കോൺടാക്റ്റ് ചെയ്യുക. ചിലപ്പം അത് കനിഞ്ഞാലോ.